Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് 5 സബ്ജക്ട്സിന്റെയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി പേപ്പറാണ് കോർപ്പറേറ്റ് റെഗുലേഷൻസ് ബികോം 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ബികോം BBA 4 സെമസ്റ്ററിലെ QT സബ്ജക്ട് അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ 2 സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. 10 സെഷൻ 11 സെഷൻ കൊണ്ടൊക്കെയാണ് നമ്മൾ മൊത്തം സബ്ജക്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സോ റെക്കോർഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ പഠിച്ചു കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ എൻറ്റയർ പേപ്പർ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുകയാണെങ്കിൽ, നമ്പർ 1 മിക്ക പേപ്പറിലും കണ്ടുവന്നിട്ടുള്ളതാണ് കമ്പനിയുടെ ബേസിക് ക്വസ്റ്റ്യൻ. സോ അതെന്തെങ്കിലും പഠിച്ചു വെക്കുക. കമ്പനി എന്താണ് ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. കമ്പനിയുടെ മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇല്ലേ, സ്റ്റേജസ് ഓഫ് കമ്പനി ഫോമേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കി വെക്കുക കേട്ടോ. നമ്മൾ മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ള ചോദ്യമാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുള്ളതാണ്, മീറ്റിങ്ങിനെ പറ്റിയിട്ട് മിക്ക പേപ്പറിലും വരാറുണ്ട്. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് നിർബന്ധമായും പഠിക്കുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് അതും ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എ കമ്പനി മീറ്റിംഗ്. ഓക്കെ, നിർബന്ധമായും പഠിക്കേണ്ട ചോദ്യമാണിത്. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം, റിപ്പീറ്റ് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി അഗെയിൻ റിപ്പീറ്റ് ചോദ്യത്തിൽ നമ്മൾ കണ്ടുവരാറുള്ളതാണ് ഒന്ന്, ഡിറക്ടേഴ്സിനെ പറ്റിയിട്ട്. പ്രൊസീജിയർ ഓഫ് appointment and removal of directors. ഓക്കെ, നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. ലാസ്റ്റ് ഒരു 4 വർഷത്തെ പേപ്പറിൽ 2 എണ്ണത്തിൽ ഇത് കണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി മറ്റൊരു റിപ്പീറ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, കോർപ്പറേറ്റ് വെയിൽ എന്താണ്? ഒന്നുകിൽ 5 മാർക്ക് അല്ലെങ്കിൽ SC മാറി വരാറുള്ള ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് കോർപ്പറേറ്റ് വെയിൽ? ദെൻ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, അത് നോക്കി. ഞാൻ ലിഫ്റ്റിംഗ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് കോർപ്പറേറ്റ് വെയിൽ എന്നും അതുപോലെ തന്നെ അതിൻ്റെ ലിഫ്റ്റിംഗ്, പിന്നെ ഡിഫറെൻറ്റ് കേസസ് കോർപ്പറേറ്റ് വെയിലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇനി നെക്സ്റ്റ്, വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം റിപ്പീറ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി? നിർബന്ധമായി നോക്കിയിരിക്കണം.
അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് compulsory winding up. ഓക്കെ, വൈൻഡിങ് അപ്പിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യവും വരാറുണ്ട്. നമുക്ക് 4 SC ആണ്, അതിൽ 2 എഴുതിയാൽ മതി. സോ ഇതാണ് സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ചോദ്യം. ഇനി റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻസ്. ചിലപ്പോൾ അത് 5 മാർക്കിന് 2 മാർക്കിനൊക്കെ വരാറുണ്ട്. മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ what do you mean by articles of association? നിർബന്ധമായും പഠിക്കണം. what do you mean by articles of association? അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻസ് റിപ്പീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, അതിൻ്റെ കണ്ടൻസ് എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കണം. ഇനി മറ്റൊരു സജഷൻ നൽകാനുള്ളത് ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. വാട്ട് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? CSR എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? ചില സമയത്ത് 2 മാർക്കോ 5 മാർക്കൊക്കെ ആയിട്ട് വരാറുണ്ട്. അതിൻ്റെ ബെനഫിറ്റ്സ്, ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ബെനഫിറ്റ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. ആൻഡ് ഫൈനലി നമുക്ക് നൽകാനുള്ള മറ്റൊരു സജഷൻ എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീനെ പറ്റിയിട്ടാണ്. നേരത്തെ പറയാനുള്ളതായിരുന്നു. വാട്ട് ഈസ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ഇൻകോർപ്പറേഷൻ എന്താണ്? ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എന്താണ്? അത് നോക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരെണ്ണം കൂടിയും പറയാനുള്ളത് സെബിനെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ വരാം, അതും കൂടി നോക്കി വെച്ചോളൂ. ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെബി. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ SAക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ഇതിലുള്ള പല ടോപ്പിക്കുകളും 5 മാർക്കിന് വരാം. അപ്പോൾ നമുക്ക് 4 SC ആണ് വരാം. സോ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഏകദേശം ഒരു 8 അല്ലെങ്കിൽ 9 തന്നിട്ടുണ്ട്. അതിൽ 8 ആദ്യത്തെ ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. സെബിയും വരാറുണ്ട്. അപ്പോൾ ആദ്യം കമ്പനി എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റേജസ് ഓഫ് കമ്പനി ഫോർമേഷൻ, പിന്നെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് എ കമ്പനി മീറ്റിംഗ്, പിന്നെ പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെന്റ്, അതുപോലെ റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, കോർപ്പറേറ്റ് വെയിൽ എന്താണ്, അതിൻ്റെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ കേസസ്, പിന്നെ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്താണ്, പ്രോസസ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആൻഡ് കമ്പൽസറി വൈൻഡിങ് അപ്പ് നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, അതിൻ്റെ കണ്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ്, ബെനഫിറ്റ്സ്, ദെൻ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, ദെൻ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് ഓഫ് സെബി. സോ ഇത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്ന ഇതാണ്. ആൻഡ് ഫൈനലി ഇത് കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇതിലുള്ള പല ചോദ്യങ്ങളും 5 മാർക്കിൻ്റെയും വരാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.